السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله. أما بعد. ഏറ്റവും ആദരണീയരായ ഉസ്താദ്മാർ, പ്രിയപ്പെട്ട അധ്യക്ഷരെ, സഹോദര സഹോദരിമാരെ, സത്യദൂതനായി മക്കയിൽ ഉദയം ചെയ്ത നേതാവിന്റെ പേരിൽ സംഘടിപ്പിക്കപ്പെട്ട ഈ വേദിയിൽ മൗലിദാഘോഷം എന്ന വിഷയത്തെ ആസ്പദമാക്കി ഞാൻ അല്പം സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. അള്ളാഹു അതിന് തൗഫീക്ക് നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ളവരെ, നിരവധി നേതാക്കളും ജേതാക്കളും ഈ ഭൂമിയിൽ ജനിച്ചു. ചിലരുടെ ജന്മം ചരിത്രത്തിൽ സ്വർണലിപികളാൽ ഉല്ലേഖനം ചെയ്യപ്പെടുകയും ചിലരുടെ ജന്മം ചരിത്രത്തിന്റെ ഇരുണ്ട കോണുകളിലേക്ക് വലിച്ചെറിയപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ലോകത്തിന് ആശ്വാസമായി പിറന്നൊരു നേതാവാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ജനിക്കുന്നതിന് എത്രയോ മാസങ്ങൾക്ക് മുമ്പ് തന്നെ അമ്പിയാക്കളെയും മലക്കുകളെയും അറിയിച്ചൊരു നേതാവ്. അറബികളിലെ ഖുലിന കുടുംബത്തിൽ ആമിന റളിയല്ലാഹു അൻഹുവിന്റെയും അബ്ദുള്ള റളിയല്ലാഹു അൻഹുവിന്റെയും പൊന്നോമന പുത്രനായി ജനിച്ച മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോക ചരിത്രത്തെ ഒന്നടങ്കം മാറ്റിയെഴുതുകയായിരുന്നു. അധാർമികത കൊടികുത്തി വാഴുന്ന കാലത്ത് ധർമ്മത്തിന്റെ വിത്തുപാകാനാണ് തിരുനബി അള്ളാഹു യോഗിച്ചത്. പെണ്ണിനും കള്ളിനും വേണ്ടാവൃത്തിക്കും ജീവിതം ഹോമിക്കുന്ന ഒരു സമൂഹം, മറുഭാഗത്ത് പെൺകൊടി പറന്നാൽ മാനം ഭയന്ന് ജീവനോടെ കുഴിച്ചു മൂടുക, ഇതായിരുന്നു അന്നത്തെ സാമൂഹിക ചുറ്റുപാട്. ഇതിൽ നിന്നെല്ലാം സമൂഹത്തെ നേർപ്പാതയിലേക്ക് നയിച്ചൊരു നേതാവിന്റെ ജന്മം കൊണ്ടാടുക എന്നത് നമ്മുടെ ബാധ്യതയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനത്തിൽ സന്തോഷിക്കുക എന്നുള്ള കാര്യം നമ്മുടെ ജീവിതത്തിൽ ദൈനംദിനമായി നടക്കേണ്ടതാണ്. ആ കാര്യം നമ്മൾ പിൻപറ്റുകയും ചെയ്യേണ്ടതാണ്. സ്വന്തം സന്താനങ്ങളുടെയും നേതാക്കളുടെയും ജന്മദിനം ആഡംബരത്തോടെ കൊണ്ടാടുന്നവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം എത്തുമ്പോൾ വില കൽപ്പിക്കാത്തതാണ് നാം കാണുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനത്തിൽ സന്തോഷിക്കുക എന്ന് പറയുന്നത് പുണ്യമുള്ള കാര്യമാണ്. ജന്മദിനം കൊണ്ട് സന്തോഷിക്കേണ്ട ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രമാണ്. കാരണം നബിയാണ് ലോകത്തിന്റെ മാറ്റത്തിൽ മറ്റൊരു മുഴക്കിയത്. സ്ത്രീ സമൂഹത്തിന്റെ വളർച്ചയ്ക്കും അവകാശങ്ങൾക്കും വേണ്ടി അവിടുന്ന് പോരാടി. വൃദ്ധരും സാമൂഹിക സാമ്പത്തിക വിദ്യാഭ്യാസ മേഖലകളിൽ മാനവ സമൂഹത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ അവിടുന്ന് കഠിനാധ്വാനം ചെയ്തു. മൗലിദാഘോഷം തെറ്റായി ഗണിക്കുന്നവർ അവരുടെ സന്താനങ്ങളുടെയും നേതാക്കളുടെയും ജന്മദിനം ആഘോഷിക്കുന്നത് എന്തിനാണ്? മൗലിദ് ആഘോഷിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിന്റെയും പ്രമാണങ്ങളുടെയും പിൻബലത്തിലാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ തിങ്കളാഴ്ചയും നോമ്പ് അനുഷ്ഠിക്കുമായിരുന്നു. ഇതിനെ സംബന്ധിച്ച് അവിടുത്തോട് ചോദിച്ചപ്പോൾ അവിടുന്ന് മറുപടി നൽകിയത് ആ ദിനത്തിലാണ് എന്നെ പ്രസവിക്കപ്പെട്ടത് എന്നാണ്. വിശുദ്ധ ഖുർആൻ പറയുന്നു, അള്ളാഹുവിന്റെ ഔദാര്യം കൊണ്ടും അവന്റെ അനുഗ്രഹങ്ങൾ കൊണ്ടും നിങ്ങൾ സന്തോഷിക്കുക. ലോകത്തിന് അനുഗ്രഹമാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് കീർത്തനം ചെയ്യുക എന്നത് വളരെ പുണ്യമുള്ള കാര്യമാണ്. മഹാന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ നിരവധി പേജുകൾ ഇതിനായി മാറ്റി വെച്ചിട്ടുണ്ട്. പ്രഭാഷകന്മാരുടെ പ്രഭാഷണത്തിലോ ഗായകന്മാരുടെ ഗാനത്തിലോ കവിമാരുടെ കവിതയിലോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് കീർത്തനം പൂർണ്ണമാക്കാൻ സാധിക്കുകയില്ല. അത്രയും വിശേഷണങ്ങൾ ഒത്തുകൂടിയവരാണ് ആരംഭ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ആധുനിക കാലഘട്ടത്ത് പ്രസിദ്ധരായ നിരവധി നേതാക്കളുണ്ട്. 20-ാം നൂറ്റാണ്ടിൽ ഏഷ്യൻ മഹാമനീഷയായി ഗാന്ധിജിയാണ് തിരഞ്ഞെടുത്തതെങ്കിൽ എക്കാലത്തെയും മഹാമനീഷയായും സകല ഭൂപടത്തിന്റെയും മഹാമനീഷിയാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. മറ്റു പ്രസിദ്ധരായ ഫറോവയും ഹിറ്റ്ലറും ചരിത്രത്തിന്റെ കറുത്ത അധ്യായങ്ങളായി ഇന്നും രേഖപ്പെട്ട് കിടക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹുകൾ പാടാനും പറയാനും പ്രശംസിക്കാനും ജന്മദിനം കൊണ്ട് ആഘോഷിക്കാനും നമുക്ക് കഴിയണം. അതിന് നാം ഇനിയും പ്രയത്നിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് ഞാൻ അവസാനം കുറിക്കുകയാണ്. വാ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.